إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين ربنا أخرجنا منها فإن عدنا فإنا ظالمون قال اخسئوا فيها ولا تكلمون ഏറെ ആദരണീയരായ ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിനും അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിച്ച് അല്ലാഹു തആല മനുഷ്യർക്ക് വേണ്ടി നൽകിയിട്ടുള്ള അവൻ്റെ സമ്പൂർണമായ മതക്രമീകരണമായ ഇസ്ലാമിനെ പൂർണ്ണമായി ശിരസിലേറ്റി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി വ്യക്തമായി കൊണ്ട് ദീനിയായി ജീവിച്ച് ഈമാനോടെ മരിക്കാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം സജ്ജനങ്ങളിൽ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, നമ്മുടെ സ്വഫുകൾ പൂർത്തിയാക്കി പലയിടങ്ങളിലും കാണുന്ന ഒഴിവുകൾ എല്ലാം നികത്തി കസേരകൾ ആവശ്യമില്ലാത്തതുണ്ടെങ്കിൽ അതൊന്ന് പിറകിലേക്ക് മാറ്റിവെച്ച് വഴിയിലിരിക്കുന്നവരൊന്നുകൂടെ ഉള്ളിലേക്ക് കയറി വന്ന് ഇരിക്കുകയാണെങ്കിൽ പള്ളിയിൽ ഇനിയും ഒരുപാട് ആളുകൾക്ക് സൗകര്യമുണ്ടാകും. പലയിടത്തും ഇനിയും ഒഴിഞ്ഞു കിടക്കുന്നത് കാണുന്നുണ്ട്. ചാരിയിരിക്കുക എന്നതാണ് ഒരു നല്ലതായി തോന്നുന്നില്ല എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. എന്നാൽ അത്യാവശ്യമായ രോഗമോ ക്ഷീണമോ കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ അവർക്കത് കുഴപ്പമില്ല. ഒരു വെള്ളിയാഴ്ച ദിവസം നമുക്ക് ലഭിക്കുക എന്നത് പ്രത്യേകിച്ചും റമദാനിലെ ഒരു പക്ഷേ അവസാനത്തെ വെള്ളിയാകാൻ സാധ്യതയുള്ള ഒരു ദിവസത്തിൽ സ്വലാത്തും പ്രാർത്ഥനയും കൂടുതൽ അധികരിപ്പിക്കേണ്ട ഒരു വേളയിലാണ് നാം ഉള്ളത്. ഇന്നത്തെ ദിവസത്തെ വൈകുന്നേരം വരെ നമ്മളൊന്ന് വളരെ മനസ്സാന്നിധ്യത്തോടുകൂടെ ഇരിക്കേണ്ട ദിവസമാണ് എന്ന് പ്രത്യേകം സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. മാർച്ച് മാസത്തിൻ്റെ ഈ പരീക്ഷാ ചൂടും കാലാവസ്ഥയുടെ ചൂടും തിരക്കുകളുമൊക്കെയായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒന്നാലോചിച്ചാൽ 38 ഡിഗ്രി വരെ ചൂടുള്ള ദിവസങ്ങൾ ഈ മാർച്ച് മാസത്തിൽ പല ജില്ലകളും റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ മേലേക്ക് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുക. കൂടി വരുന്ന ചൂട് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാക്കിയാൽ ഇത് ദുനിയാവിൽ ഇതാണ് അവസ്ഥയെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ പരലോക കോടതിയിലെ ചൂടെന്ന് പറയുമ്പോൾ എന്തായിരിക്കുമെന്ന് പഠിക്കലാണ് ഒരു വിശ്വാസിയുടെ ബോധ്യവും ആവശ്യമുള്ളത്. കാരണം ഇന്ന് സൂര്യൻ നിൽക്കുന്നത് 149 മില്യൺ കിലോമീറ്റർ മേലെയാണ്. പക്ഷെ ഇനി പരലോക നാളിൽ സൂര്യൻ വരാനിരിക്കുന്നത് ഒരു ചാണുയരത്തിലാണ്. തുദിന ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ. 1 മൈലോളം ഉയരത്തിലാണ് സൂര്യൻ നിന്ന് കത്തിജ്വലിക്കുക. അപ്പോൾ അന്നത്തെ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? ആ ചൂടിൽ
തളം കെട്ടിയ വിയർപ്പുമായി മനുഷ്യർ അവിടെ ഉണ്ടാകും. ഭൂമിയിൽ നിന്ന് 70 മുഴം താഴേക്ക് വിയർപ്പ് വരെ ഒലിച്ചു പോകുമെന്ന് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതെന്തായിരിക്കും ആ പരലോകത്തിന്റെ അവസ്ഥയെന്നും ആ ചൂട് വരുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എല്ലാവരും സുഖമായി ആശ്വാസമായി ചൂടാണെന്ന കാരണം പറഞ്ഞ് എല്ലാത്തുനിന്നും ഒഴിഞ്ഞു നിൽക്കലാണോ? ഇദസ്തദ്ദൽ ഹർറു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചൂടങ്ങനെ കൂടി വന്നാൽ ഫഅബ്രിദു ബിസ്സലാത്ത്, നിങ്ങൾ നിസ്കാരം കൊണ്ട് ചൂടിനെ തണുപ്പിക്കണം, കൂടുതൽ നിസ്കാരത്തിൽ ശ്രദ്ധിക്കണം. ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, ഈ ചൂടിന്റെ കാഠിന്യം എന്നത് നരകത്തിന്റെ നീരാവിയിൽ നിന്നുള്ളതാണ്. ഒരു തരത്തിൽ ഇത് നരകച്ചൂടിനെ ഓർമ്മപ്പെടുത്തുന്നതിന്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നരകം എന്ന് പറയുമ്പോ ഇതൊന്നുമല്ല, ചൂടിന്റെ വേറെ ഒരു ലെവലാണ് അവിടെ പറയാൻ പോകുന്നത്. സാധാരണ നമ്മൾ കാണുന്ന ചൂടൊക്കെ ഒരു മഞ്ഞ നിറത്തിലുള്ള തീയിന്റെ ചൂടാണെങ്കിൽ നരകക്കാരെ കുറിച്ച് പറയാണ്, ഹയ അശദ്ദു സവാദം മിനൽ ഖാർ, ടാറിനേക്കാൾ കറുത്ത നിറമായിരിക്കും നരകത്തിന്റെ തീയിന്. അത്ര ഇരട്ടി പവറിലാണ് അത് കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചൂടുള്ള സമയത്തൊന്ന് സമാധാനിക്കാൻ, ആശ്വസിക്കാൻ ഈ AC ഉപയോഗിക്കുന്നു, 1-2 ഫാനുകൾ ഉപയോഗിക്കുന്നു, നല്ല തണൽ മരങ്ങളുടെ ചോട്ടിൽ പോയിരിക്കുന്നു, തണുത്ത വെള്ളം കുടിക്കുന്നു, പല നിലക്കും ഇടക്കൊന്ന് പോയി കുളിക്കുന്നു. അങ്ങനെ ചൂടുന്ന് ആശ്വാസം കണ്ടെത്താൻ കഴിയുമെങ്കിൽ നരകക്കാരെ കുറിച്ച് പറയുന്ന സംഭവം പറയുന്നുണ്ട്, ഒരു തണുപ്പിന്റെ ആശ്വാസവും അവർക്കില്ല. വഅസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ, ഇടതുപക്ഷക്കാരായ നരകക്കാരായ ആളുകൾ ഫീ സമൂമിൻ വഹമീം, സമൂമിലാണ് അവരുണ്ടാവുക. രോമങ്ങൾക്കുള്ളിലൂടെ തുളച്ചു കയറുന്ന ചൂടാണ് അവർക്ക് വരാനിരിക്കുന്നത്. വഹമീമിൻ, തിളച്ച് ചൂടേറിയ വെള്ളമാണ് കുടിക്കാൻ കൊടുക്കുന്നത്. വദില്ലിൻ മിൻ യഹ്മൂം, ഇരുണ്ട പുകയുള്ള തണലാണ് അവർക്ക് അനുഭവിക്കാനുള്ളത്. ജ്വാലയാണ്, കത്തിപ്പടരുന്ന തീയാണ്. ഇതിനു പുറമെ കറുത്തിരുണ്ട പുകയുടെ ചൂടാണ്. ലാ ബാരിദിൻ വലാ കരീം, ഒരു തണുപ്പോ ആശ്വാസമോ ഒരു സുഖമോ അവിടെ കിട്ടൂല. ഇവിടെ ഒരു ഫാൻ ഇട്ടാൽ AC ട്ടൊക്കെ സുഖം കിട്ടണില്ലേ? നരകക്കാരൻ ഒരു സുഖവും നേടാത്ത അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. ഞാനിത് സൂചിപ്പിച്ചത് റമദാൻ മുഴുവൻ പാപമോചനത്തിന്റെ, നരകമോചനത്തിന്റെ സമയമാണ്. നമ്മുടെ പേര് നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് റമദാൻ. ഏത് 10 ഒരു 10ലേക്കല്ല ചുരുട്ടിക്കെട്ടിയത്. എല്ലാ മാസത്തെ ഈ റമദാനിലെ എല്ലാ ദിവസത്തിലും നരകമോചനമുണ്ട്, ഒരു 10ലല്ല. വലില്ലാഹി ഉത്തഖാഉ മിനന്നാർ, റമദാനിലെ എല്ലാ രാത്രിയിലും നിങ്ങൾക്ക് നരകമോചനമുണ്ട്. തീർന്നിട്ടില്ല, അത് അവസാനിച്ചിട്ടില്ല. നമുക്കതൊന്ന് രക്ഷപ്പെടണം. 4 പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കണം. റമദാൻ കഴിഞ്ഞാലും ഓർമ്മ ഉണ്ടാവണം. 1, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പ്രാർത്ഥിച്ചതാണ്. ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്കും കാണാതെ അറിയാതിരിക്കില്ല. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ദുനിയാവിന്റെ ഹസനത്ത് ചോദിച്ച്, പരലോകത്തെ നന്മ ചോദിച്ച്, അവസാനം നരകത്തിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന ആ പ്രാർത്ഥന നമ്മളിപ്പോൾ ആവർത്തിക്കേണ്ടതാണ്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരു മനുഷ്യൻ വമനിസ്തജാറ മിനന്നാരി 3 മറാത്തിൻ, 3 തവണ നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ച് പ്രാർത്ഥിച്ചാൽ അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, ഒരു വരിയുള്ളൂ. എന്തൊക്കെ പഠിച്ചു വെക്കണ്ടേ നമ്മള്? അല്ലാഹുമ്മ അജിർനീ മിനന്നാർ എന്ന് 3 തവണ പ്രാർത്ഥിച്ചാൽ, എന്റെ വാക്കുകളല്ല, ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖലത്തിന്നാർ, അപ്പോൾ നരകം അവന് വേണ്ടി പറയും, അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, അല്ലാഹുവേ ആ വ്യക്തിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ഇത് ആവർത്തിക്കേണ്ട വാക്കാണ്. മൂന്നാമത്തേത്, നമസ്കാരത്തിൽ സലാം വീട്ടുന്നതിന്റെ മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. നമുക്ക് അത്തഹിയാത്ത് കൂടിപ്പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാ, മുമ്പ് കുറച്ച് ഓവറാന്നുള്ള വർത്താന.
അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യായി വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഇത് പറയാതെ കാവല് ചോദിക്കാതെ നബി സലാം വീട്ടാറില്ലായിരുന്നു. നമ്മൾ ഇമാമിന് എന്താ കുറ്റം നോക്കാണ്? അത്തഹിയാത്ത് കൂടുതലാണ്, സുജൂദ് കൂടുതലാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ അദാബിൽ നിന്ന് കാവല് ചോദിക്കുകയാണ്. വമിൻ അദാബിൻ നാർ, നരകത്തിന്റെ അദാബിൽ നിന്ന് കാവല് ചോദിക്കുകയാണ്. ഫിത്നത്തിൽ മഹ്യായി വൽ മമാത്, ജീവിതത്തിന്റെ മരണത്തിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന്, വരാനിരിക്കുന്ന വിപത്തായ മസീഹുദ് ദജ്ജാലിന്റെ വിപത്തിൽ നിന്ന് കാവല് ചോദിച്ചിട്ട് പ്രാർത്ഥിക്കലാണ്. നാലാമത്തേത് വിശുദ്ധ ഖുർആനിനകത്ത് വന്ന പ്രാർത്ഥനയാണ്. ഖുർആനിലെ പ്രാർത്ഥനയ്ക്ക് ശ്രേഷ്ഠത കൂടുതലാണ്. ഖുർആനിൽ പഠിപ്പിച്ചൊരു പ്രാർത്ഥന അതിന് പ്രത്യേകത കൂടുതലാണ്. ഇബാദുർ റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ സവിശേഷ അടിമകൾ സൂറത്തുൽ ഫുർഖാനിന്റെ 65-ലും 66-ലും പറഞ്ഞു. അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. ഞാൻ പേജ് നമ്പർ ആയത്ത് നമ്പറൊക്കെ പറഞ്ഞത് വീട്ടിൽ പോയിട്ടും ഇരുന്ന് തുറന്ന് പഠിച്ചത് എഴുതിയെടുക്കാനാണ്. സൂറത്തുൽ ഫുർഖാനിന്റെ 65, 66 ആയത്ത്. നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണ റബ്ബേ, അത് വളരെ മോശപ്പെട്ട സങ്കേതമാണ്, താങ്ങാനാവാത്ത ശിക്ഷയാണ് എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇബാദുർ റഹ്മാന്റെ അടിമകളായ ആളുകൾ. സഹോദരങ്ങളെ, സ്വഹാബത്ത് അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും സ്വഹാബത്തിനെ പറ്റി പലരും പറയാണ്, അവരൊക്കെ ചൂട് കൂടിക്കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ ശ്രമിക്കും. തണുപ്പിക്കുക, ഇബാദത്ത് കൊണ്ട് തണുപ്പിക്കുക. മരിക്കാനായി കിടക്കുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മകനായ അബ്ദുല്ല റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, മരിക്കുന്നതിന് മുമ്പുള്ള ഉപദേശമാണ് മോനെ, സിയാമു ഫീ ശിദ്ദത്തിൽ ഹർരി ഫിസ്സൈഫ്, നല്ല ചൂടുള്ള ദിനത്തിൽ മോന് നോമ്പെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അത് പ്രത്യേകത ഉണ്ട്. ആരും ധൈര്യം കാണിക്കാത്തൊരു മേഖലയാണ്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, സൂമു യൗമൻ ശദീദൻ ഹർറുഹു ലിഹർരി യൗമിൻ നുശൂർ. നാളെ പരലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ചൂടുള്ള ദിവസത്തിൽ രക്ഷപ്പെടാൻ ദുനിയാവിലെ ചൂടുള്ള ദിനങ്ങളിൽ നോമ്പെടുക്കണം മക്കളെ. വസല്ലൂ റകഅതൈൻ, ഒരു 2 റകഅത്തെങ്കിലും രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചോ. ലിദുൽമത്തിൽ ഖുബൂരി, ഖബറിന്റെ അകത്ത് ഇരുട്ട് കിടക്കുന്ന കാലത്ത് രക്ഷപ്പെടാൻ. ഖബറിന്റെ അകത്ത് ഇരുട്ടിൽ കുടുങ്ങുമ്പോ ദുനിയാവിലെ ഇരുട്ടിൽ നിസ്കരിക്കാൻ പറ്റുന്ന സമയത്ത് രാത്രി നിസ്കരിക്കാൻ നോക്കിക്കോ. ഞാൻ റമദാൻ കഴിഞ്ഞ തറാവീഹില്ല, റമദാൻ കഴിഞ്ഞ ഖിയാമുൽ ലൈലില്ല, റമദാൻ കഴിഞ്ഞ തഹജ്ജുദില്ല. ഇത് റമദാനിലെ മാത്രമുള്ള ഒരു ഇബാദത്തായി കാണണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമുൽ ലൈലിനെ പഠിപ്പിച്ചത് ശ്രേഷ്ഠമായ നമസ്കാരമായിട്ടാണ്. ഇത് ശീലിക്കാനുള്ള വഴിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നിരന്തരമായി ഒരു 3 റക്അത്തെങ്കിലും പതിവാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് മാറി വരേണ്ടതുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനോട് ചോദിക്കുന്നുണ്ട്, നബിയേ, ഒരു മനുഷ്യൻ കൊടുക്കുന്ന ഏറ്റവും നല്ല സ്വദഖ ഏതാണ് നബിയേ? ഖാലാ, നബി തങ്ങൾ പറഞ്ഞ സഖയുൽ മാ, ആളുകൾക്ക് വെള്ളം കുടിപ്പിക്കലാണ്. ചൂടുകാലത്ത് നമ്മുടെ വീട്ടിലെ വെള്ളം, നമ്മുടെ കിണറിലെ വെള്ളം, നമ്മുടെ പള്ളിയിലത്തെ വെള്ളം കുടിക്കേണ്ടവർക്ക് കുടിക്കാൻ കൊടുക്കണേന് ഒരു കുറ്റമില്ല. നമ്മളാരും പോയി കുടിക്കണില്ല, പക്ഷെ വേണ്ടവർ, കിട്ടേണ്ടവരുണ്ട്. ഒരാൾക്ക് വെള്ളം കൊടുക്കലാണ് ഏറ്റവും അഫ്ളലായ സ്വദഖയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു നായക്ക് വെള്ളം കൊടുക്കുന്നത് പോലും നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള കാരണം പഠിപ്പിച്ച ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ പക്ഷികളും പറവകളും ജീവികളും താമസിക്കുന്നുണ്ട്. അവർക്കും വെള്ളം കൊടുക്കുന്നത് പുണ്യമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഒരിക്കലും ആ കാര്യത്തിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും തന്നെ പിശുക്ക് കാണിക്കേണ്ടതില്ല. വേറെ ചില ആളുകളുണ്ട്, അവർക്ക് ചൂട് വന്നു കഴിഞ്ഞാൽ അവർ പറയും, നാശം പിടിച്ച ചൂട്, ഒടുക്കത്തെ ചൂട് എന്ന ശാപസ്വരങ്ങൾ സംസാരിക്കാറുണ്ട്. പറയരുത്. ലാ തസുബ്ബുദ്ദഹ്റ, കാലത്തെ നിങ്ങൾ ചീത്ത പറയരുത്, കാലത്തെ നിങ്ങൾ ആക്ഷേപിക്കരുത്. ഫഇന്നല്ലാഹ ഹുവദ്ദഹ്ർ, അല്ലാഹയാണ് കാലമെന്ന് പറയുന്നത്. ഈ ചൂടും തണുപ്പൊക്കെ പടച്ചോൻ തരുന്നതാ. അപ്പൊ അതിനെ ചീത്തരാൻ പറ്റൂല. അതിന് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുക, രക്ഷാമാർഗം സ്വീകരിക്കുക. സുഹൃത്തുക്കളെ, ഈ ചൂടിന്റെ അപ്പുറത്ത് പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ പരിഹാരമില്ലാത്ത നരകത്തിലേക്ക് വീഴുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ ചിന്തിച്ചു നോക്ക്.
സൂര്യന്റെ ചൂട്. ഇതാണെങ്കിൽ നരകത്തിന്റെ ചൂട് 69 ഇരട്ടി ചൂടാണ് നരകത്തിനുള്ളത്. ദുനിയാവിന്റെ മാക്സിമം ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടുള്ള നരകത്തിലേക്ക് ചില മനുഷ്യരെ കൊണ്ടുപോയി ഇടാണ്. പ്രത്യേകിച്ചും കാഫിരീങ്ങളായ മുകദ്ദിബീങ്ങളായ നന്ദികെട്ടവരായ ആളുകൾ അതിലേക്ക് കൊണ്ടുപോയി ഇടും. അലമുറയിട്ട് അവർ കരയുകയാണ്. വഹും യസ്തരിഖൂൻ, അവരിങ്ങനെ അലമുറയിട്ട് ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കും. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ, ഞങ്ങളെ ഒന്ന് ഇതിന്ന് പുറത്താക്കി തരുമോ? എന്തിനാ? നഅമൽ സാലിഹാ, ഞങ്ങൾ ഇനി എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തോളാം. ഇത് നമ്മക്കുള്ള ഉപദേശമാണ്. എത്ര വഅദ് കേട്ടാലും എത്ര ഉപദേശം കിട്ടിയാലും എന്തൊക്കെ കേട്ടാലും മനം മാറ്റമില്ലാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ അവരോടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നരകത്തിൽ വെച്ചവർ പറയും, ഞങ്ങൾ ചെയ്യാം, ഇനി റെഡിയാണ് റബ്ബേ, നഅമൽ സാലിഹാ, ഞങ്ങൾ ഇനി സൽക്കർമ്മം ചെയ്യാം. ഏത് സൽക്കർമ്മം? ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ചെയ്യാതെ വിട്ടുപോയ ഒഴിവാക്കിപ്പോയ കുറെ നന്മണ്ട്. ഒരു സ്വതക്ക, ഒരു 10 രൂപ കൊടുക്കാൻ മടിച്ചവർ, ഒരു ഈദ് കിസ്വയെ വിസ്മരിച്ചു പോയവർ, ഇസ്ലാമികമായ മഹത്തരമായ സ്ഥാപനങ്ങൾ, റേഡിയോ സംവിധാനങ്ങൾ, ഭൂമി ലോകത്ത് ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഉപകരിക്കുന്ന ഒട്ടനേകം സദഖാത്തുകൾ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ചെറിയ പൊട്ട് മടിക്കണ്ട പ്രിയപ്പെട്ടവരെ. അതുപോലെ പ്രാർത്ഥിക്കാൻ, തനിക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മടിച്ച് മറന്നു പോകുന്ന മനുഷ്യർ, വിട്ടുപോകല്ലേ. തൗബ ചെയ്യാൻ ഇനിയും വിട്ടുപോകല്ലേ. ഒരു കാര്യത്തിലും ഇനി നീ നിസാരമായി ഒരു നന്മയെയും ചെറുതായി കാണല്ലേ. നരകക്കാര് അവിടെ എത്തിയിട്ട് അവർ അതിന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഖാലൂ റബ്ബനാ ഗലബത് അലൈനാ ശഖവതുനാ, റബ്ബേ ഞങ്ങൾക്ക് ദൗർഭാഗ്യം, ഞങ്ങൾക്ക് കൂടുതലായി, ഞങ്ങളെ അതിജയിച്ചു പോയി, കവിഞ്ഞുപോയി, ഞങ്ങൾക്ക് ഭാഗ്യമല്ല. ഇത്രയൊക്കെ ചാൻസ് ദുനിയാവിൽ തന്നിട്ട് ഞങ്ങൾ ഇവിടെയാണ് എത്തിപ്പെട്ടത്. ഞങ്ങൾ ആരായിരുന്നു? വകുന്നാ ഖൗമല്ലാലീൻ, വഴിതെറ്റി ജീവിച്ചവരായിരുന്നു ഞങ്ങൾ. ഹറാമ് ശ്രദ്ധിച്ചില്ല, ഹലാലിനെ പരിഗണിച്ചില്ല, ഇസ്ലാമിക നിയമങ്ങൾക്ക് പുച്ഛമായ സമീപന രീതിയായിരുന്നു. അള്ളാന്റെ കലാം കേട്ടാലും അള്ളാന്റെ ആയത്ത് കണ്ടാലും ഞങ്ങൾക്കതിനോടൊക്കെ ഒരു പിഴച്ച രീതിയായിരുന്നു. ഞങ്ങൾ വഴിതെറ്റി നടക്കുന്നവരായിരുന്നു. റബ്ബനാ അഖ്രിജ്നാ മിൻഹാ, റബ്ബേ ഞങ്ങളെ ഒന്ന് പുറത്താക്കി തന്നാൽ, ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ, എന്നിട്ട് ഞങ്ങളും ഇനിയും പിഴച്ച് ജീവിക്കുകയാണെങ്കിൽ ഞങ്ങൾ ളാലിമീങ്ങളാണ്. പക്ഷെ ഞങ്ങൾ ഇനി പിഴക്കൂല റബ്ബേ, ഇനി ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് വിട്ടാ ഞങ്ങൾ നന്നാകാം. അല്ലാഹുവിന്റെ മറുപടി, ഖാല ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ. അതൊന്ന് അർത്ഥം വെച്ച് വീട്ടു പോയിട്ട് ഒറ്റയ്ക്കിരുന്ന് വായിക്ക്. സൂറത്തുൽ മുഅ്മിനൂനിന്റെ 106 മുതൽ 108 വരെയുള്ള ആയത്ത്. ഇഖ്സഊ ഫീഹാ, നിന്ദ്യരായി നരകത്തിൽ കഴിയ. വലാ തുകല്ലിമൂൻ, ഇനി മിണ്ടിപ്പോകരുത്, ഇനി മിണ്ടരുത്. പറയാനുള്ള എല്ലാ ചാൻസും കഴിഞ്ഞു. പ്രാർത്ഥിക്കായിരുന്നു നിങ്ങൾക്ക്, നന്നാവായിരുന്നു നിങ്ങൾക്ക്, രക്ഷപ്പെടാമായിരുന്നു. റമദാനായിട്ട് നന്നാകാൻ ഒരുങ്ങാത്തവരെ ഈ വാക്ക് നമ്മുടെ തലയിൽ തറക്കണം. ഇനിയും മാറ്റിവെക്കാൻ പറ്റാത്ത ദുശ്ശീലങ്ങളും മാറ്റാൻ മടിച്ചവരെ, ദാ ഞങ്ങൾ എന്തിനും തയ്യാറാണ്, ഒന്ന് മടക്കി തരുമെന്ന് ചോദിക്കുന്ന ഒരു ചാൻസ് ഇല്ലാത്തൊരു ലോകത്ത് റമദാൻ നമ്മുടെ മുമ്പിൽ തന്ന കാരുണ്യമാണ്, അങ്ങേയറ്റത്തെ അള്ളാഹുവിന്റെ മഹത്തരമായ ഫضലാണ്. ഇത് കളയരുത്. ഇത് നന്നാകാനുള്ള മാസമാണ്. ഒരു മാസം തൽക്കാലത്തിനൊരു വേഷം കിട്ടിയ അവസ്ഥയായി നമുക്ക് മാറരുത്. നരകത്തിന്റെ ഇന്ധനം ആരാവഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളും കത്തിക്കുന്നതാണ് നരകം. ഈ മനുഷ്യനെ കൊണ്ടുപോയി നരകത്തിലിട്ടാലുള്ള അവസ്ഥ ആലോചിച്ചു നോക്ക്. കല്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും വെണ്ണീരായി ചാത്തത് അങ്ങ് ജീർണിച്ചു പോകാത്തതാണെങ്കിൽ ആ കല്ലിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ കൊണ്ടുപോയി അതിലിട്ടാൽ തലയോട്ടിയവരെ കരിച്ചു കളയുന്നതാണ് നരകം. ഇപ്പൊ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവസ്ഥ വന്നാൽ ആ തലയോട്ടിനെ എത്ര ഭദ്രമായിട്ട് എത്ര പണിയെടുക്കണം അതൊന്ന് പൊട്ടിച്ചെടുക്കാൻ. ആ തലയോട്ടിയെപ്പോലും നരകത്തിന്റെ തീയിലേക്കിട്ടാൽ പൊളിച്ചു കളയും. കല്ലാ ഇന്നഹാ ലളാ നസാഅതൻ ലിശവാ, വെട്ടിപ്പൊളിച്ച് തകർക്കുന്ന ആ തീയിന്റെ ചൂടിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നീ ഒന്ന് കണ്ടാൽ തീപ്പൊരികൾ പാറിക്കൊണ്ടിരിക്കും, കൊട്ടാര സമാനമായിരിക്കും.
വലിയ വലിയ കൊട്ടാരം കാണുന്ന പോലെ തീപ്പൊരികൾ മേലേക്ക് പാറും. എന്റെ വാക്കല്ല പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ ഖുർആനാ പറയുന്നത്. ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ. കൊട്ടാരം കണക്കിന് തീപ്പൊരികൾ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കും. എത്രയാളെ കൊണ്ടുപോയിട്ടാലും കോടികളെ കൊണ്ടുവന്ന് ഇട്ടാലും നിറയാത്ത നരകം. വതഖൂലു ഹൽ മിൻ മസീദ്. എത്രയുണ്ടെങ്കിലും കൊള്ളാൻ മാത്രം വലുപ്പമുള്ള വിശാലമായ നരകം. 70,000 കണ്ണികളുള്ള ചങ്ങലയിൽ വലിച്ചു കൊണ്ടുവരികയാണ്. ഓരോ ചങ്ങലയിലും 70,000 മലക്കുകളുണ്ട്. ഈ നരകം ഇങ്ങനെ കൊണ്ടുവന്ന് മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നോക്കുമ്പോ യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ഇങ്ങനെ ആലോചിക്കും, നന്നായാ മതിയായിരുന്നു, വേണ്ടാത്തതൊന്നും ചെയ്യേണ്ടിയിരുന്നില്ലായിരുന്നു, ആ ഉപദേശങ്ങൾ കേട്ടാ മതിയായിരുന്നു, വാപ്പാനോടുമ്മാനോടൊക്കെ മര്യാദയിൽ അനുവർത്തിച്ചാ മതിയായിരുന്നു, ഭാര്യ ഭർത്താവ് എന്ന നിലയ്ക്ക് ഞാൻ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ഞാൻ എൻ്റെ കുട്ടികളോടൊക്കെ നല്ല പോലെ നീതിയോടെ വർത്തിക്കേണ്ടതായിരുന്നു. നല്ല ചിന്തയും കുറ്റബോധമൊക്കെയുണ്ട്. അള്ളാഹ് ചോദിക്കുകയാണ്, വഅന്നാ ലഹു ദിക്റാ. ഇനി ഇപ്പൊ ആലോചിച്ചിട്ട് എന്താ കാര്യം? ഇനി ചിന്തിച്ചിട്ട് എന്താ കാര്യം? യഖൂലു, അപ്പോഴാണ് മനുഷ്യൻ പറയാ, യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. ജീവിതകാലത്ത് നന്നായി പ്രവർത്തിച്ചാൽ മതിയായിരുന്നു. നമ്മളിപ്പോ പ്രവർത്തിക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് നമ്മൾ പറയണോ കുറച്ച് ഓവറാണ്, മൂപ്പര് കുറച്ച് കാട്ടിക്കൂട്ടലാണ്, മൂപ്പര് കുറെ ആവശ്യമില്ലാത്ത കാര്യം അല്ല, അങ്ങനെ വെറുതെ ചെയ്യുന്നില്ല. ഇവിടെയാണ് മനുഷ്യൻ അവന്റെ സ്വന്തം പോരായ്മകളെ കുറിച്ച് പഠിക്കണം എന്നാ പറഞ്ഞത്. നരകത്തിൽ വലിച്ചു കൊണ്ടുപോകുന്ന കാഫിറിന്റെ ശരീരം, ആ ശരീരത്തെ പറയാ 42 മുഴം കട്ടിയുണ്ടാകും തൊലിക്ക്. അവന്റെ തേറ്റപ്പല്ലുകൾ ഉഹുദ് മലന്റെ വലുപ്പുണ്ടാകും. നരകത്തിലെ കാഫിരീങ്ങൾ ഒരു സ്ഥലത്ത് ഇരുന്നാൽ മക്കന്റെയും മദീനന്റെയും ഇടയിലുള്ള അത്രയും സ്ഥലം അതിൽ പോകുന്നവർ, അത്രക്ക് ഭീകരാവസ്ഥയിലേക്ക് അവനെ മാറ്റും. മക്കന്റെയും മദീനന്റെ ഇടയിൽ 450 കിലോമീറ്റർ, അത്രക്ക് വലുപ്പമുള്ള ആൾക്കാരായിട്ട് മാറ്റി. എന്നിട്ടാ ശിക്ഷിക്കുക. ഒരു ഭാഗം പുറത്തേക്ക് പോകില്ല. പുതിയ തൊലി ഇങ്ങനെ മാറ്റി മാറ്റി അവന് കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയേറിയ അദാബാകുന്ന നരകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള അവസാനത്തെ 10-ലാണ് നാം ഉള്ളത്. അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദ്ർ ഉൾക്കൊള്ളുന്ന 10, റമദാനിന്റെ സത്തയും കാതലുമായ 10. അത് കച്ചവടത്തിൽ മുങ്ങി, അത് വർത്താനത്തിൽ മുങ്ങി, അത് അപ്പുറത്ത് പുറത്ത് പലതിലേക്കും പല ട്രെൻഡുകളിലും ഇറങ്ങി തിരിച്ചു. പലയിടത്തും പാട്ടും പരിപാടികളും ആരംഭിച്ചു. സുഹൃത്തുക്കളെ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, നബി തങ്ങൾ അവസാനത്തെ 10 ആയാൽ ഒരു മുറുക്കി കൊടുത്ത് എല്ലാം ഒന്ന് ഒരുങ്ങി, അഹ്യാ ലൈല ഐഖള അഹ്ല, കുടുംബങ്ങളെ വിളിച്ചുണർത്തി മൊത്തത്തിൽ ജീവിതത്തെ ഹയാത്താക്കുക. മാലാ യജ്തഹിദു ഫീ ഗൈരിഹി, മറ്റു 20 ദിവസമില്ലാത്ത അധ്വാനം അവസാനത്തെ 10 വന്നുണ്ടാകുമായിരുന്നു. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഒരുപാട് നേരം നമസ്കരിക്കും. അവസാനത്തെ 10 ആയാല് ഹത്താ യുസല്ലി മിനൽ ലൈലി മാഷാ അല്ലാഹ്, ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അങ്ങനെ നീട്ടിപ്പോകും. കുറെ കഴിഞ്ഞ് അവസാനം എത്തുമ്പോൾ മക്കളൊക്കെ വിളിക്കും, മക്കളെ സമയമായിട്ടുണ്ട് നീക്കും. അങ്ങനെ മൊത്തം ഉണർത്തി. ഖതാദ റളിയല്ലാഹു റഹിമഹുല്ലാഹി പോലുള്ള താബിഈങ്ങൾ അവസാനത്തെ 10 വന്നാൽ ഓരോ രാത്രി ഖത്മ ചെയ്യാണ് ഖുർആൻ. ഒരു രാത്രി ഖത്മ ചെയ്യുക. അപ്പൊ എത്ര മണിക്കൂർ ഇരുന്ന് ഓതണം എന്ന് ആലോചിച്ച് നോക്കും. ഇഅ്തികാഫിരിക്കണ നമ്മൾ എത്ര പേജാണ് ഓതണം ആലോചിച്ച് നോക്കും. നമ്മുടെ മൊബൈലും സംസാരങ്ങളും വർത്തമാനങ്ങളും ഇഅ്തികാഫിലൂടെ പോകുന്നുണ്ടോന്ന് സ്വയം വിലയിരുത്തുക. നല്ല പോലെ ഖത്മ ചെയ്യാനുള്ള ശ്രമം. മഹാനായ ലൈലത്തുൽ ഇബ്നു റജബ് റഹിമഹുല്ലാ പറഞ്ഞത്, ലൈലത്തുൽ ഖദ്ർ വരുന്ന സമയത്ത് യാ മൻ ളാഅ ഉംറുഹു ഫീ ലാ ഷൈ, ആയുസ് തുലച്ച മനുഷ്യ, ഇസ്തദ്രിക് മാ ഫാതക ഫീ ലൈലത്തുൽ ഖദ്ർ, നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ ലൈലത്തുൽ ഖദ്റിൽ വീണ്ടെടുത്തോ. എത്ര കൊല്ലം നിനക്ക് പറ്റിയിട്ടില്ലേ? ഈ 10 ദിവസം ഉപയോഗിച്ചോ. ഇനി അതിൽ 7 ദിവസമാണ് ബാക്കിയുള്ളത്. ഉള്ളത് ഉപയോഗിച്ചോ. ഫഇന്നഹാ തഹ്സബ് ബിൽ ഉംരി, കാരണം അത് ആയുഷ്കാലത്തിന് സമമാണ്. 80ഉം 83ഉം കൊല്ലത്തെ നന്മയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടാൻ പോണത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരു രാവാണത്. അതിൽ തന്നെ ഒറ്റയിട്ട 2 രാവ് ഇപ്പൊ കഴിഞ്ഞുപോയി. അതിന് ഒറ്റയാക്കണ്ട. അവസാനത്തെ 10 നമ്മൾ നന്നായി ഉപയോഗിക്കാം. ലൗഹുൽ മഹ്ഫൂദിൽ ആദ്യമായ ഖുർആൻ
മുഴുവനായും കൊടുത്തു. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അവസാനം ആകാശത്തിന്റെ 1-ാം ആകാശത്തിലേക്ക് ഇറക്കി കൊടുത്തു. അവിടുന്ന് നബി തങ്ങൾക്ക് 23 കൊല്ലമായിട്ട് വിശുദ്ധ ഖുർആനിന്റെ അവതരണം ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ അത് ഏത് ദിവസത്തിലാണെന്നൊന്നും പറഞ്ഞില്ല. നബി തങ്ങൾ പറഞ്ഞു 27-നോ 29-നോ 25-നൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചോ. ലൈലത്തുൽ ഖദ്റിനെ അവസാനത്തെ 10-ൽ പ്രതീക്ഷിച്ചോ. ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഒറ്റന്ന് പ്രതീക്ഷിക്കണ്ട, ഒറ്റ ഒരു അഫ്ളലായ രീതിയാണ്, 10ഉം നിങ്ങൾ പ്രതീക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസിൽ ഇന്ന് ഖുത്ബയിൽ പറയേണ്ട വാക്കാണ്, നിങ്ങൾക്കാർക്കെങ്കിലും അവസാനത്തെ 10-ലെ ഏതെങ്കിലും ദിനങ്ങൾ നിനക്ക് നഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ള 7 ദിവസം പിടിച്ചോ, അവസാനത്തെ 7 ദിവസം നന്നായി ഉപയോഗിച്ചോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. റമദാനിലെ 23 ദിവസം പോയവരെ, കിട്ടാതെ പോയവരെ, ശ്രദ്ധിക്കാതെ പോയവരെ അവസാനത്തെ 7 ദിവസമെങ്കിലും പിടിച്ചോ. ഇനിയും ചാൻസാണ്, ഈ ഒരു ചാൻസ് ഇങ്ങനെ കിട്ടുക. ഇനിയും നമ്മുടെ മനസ്സതിനെ കീഴ്പ്പെട്ടു കൊടുത്തില്ലെങ്കിൽ ഇഅ്തികാഫാണ് അതിൽ ഏറ്റവും പ്രധാനം. എല്ലാവരും പള്ളിയിലെത്താൻ കഴിയാത്തവരുണ്ടാകും, ജോലിയുള്ളവരുണ്ടാകും, യാത്രകളുള്ളവരുണ്ടാകും, ആശുപത്രിയിൽ കഴിയേണ്ടവരും. അവർ അവിടെ ഇരുന്നവരെ കൊണ്ട് ഉളുവോടെ നിയ്യത്തോടുകൂടെ ഇരുന്ന് ഖത്മ ചെയ്തും ഖുർആനോദിയും ദിക്ർ ചൊല്ലും പ്രാർത്ഥിച്ചും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുക. ചിലരുടെ തെറ്റിദ്ധാരണ ഉണ്ട്, ഇത് പള്ളി പോയിരുന്ന മാത്രമേ കിട്ടുള്ളൂ എന്ന്. അങ്ങനെ ഇല്ല, അതതിന്റെ അഫ്ളലായ രൂപമാണ്. അല്ലാതെ ഇരിക്കുന്നവർ, അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത എത്രയോ പേരുണ്ടാകും. അവർ അവരുടെ വീടുകളിൽ അദബോടുകൂടെ ഇരുന്നത് പ്രതീക്ഷിക്കണം. ജോലിക്കാരൻ ജോലിയിലിരുന്ന് പ്രതീക്ഷിക്കണം. ഇങ്ങനെ മനുഷ്യർ ഓരോരുത്തരും ഇഅ്തികാഫ് പഠിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരെല്ലാം ആ കാര്യത്തിൽ ശ്രദ്ധിച്ചു. മഹാനായ ഇമാം സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഞങ്ങൾ രാത്രിയാകുമ്പോൾ അവസാനത്തെ 10-ൽ യതഹജ്ജദ ബില്ലൈലി, തഹജ്ജുദ് നന്നായി നമസ്കരിക്കും, വയജ്തഹിദ ഫീഹി, നന്നായി അധ്വാനിക്കും, വയുൻഹിൽ അഹ്ല, കുടുംബക്കാരെ വിളിച്ചുണർത്തും, വവലദഹു ഇല സ്വലാ, മക്കളെയും കുടുംബത്തെയും വിളിച്ച് അതിലേക്ക് പ്രൊമോട്ട് ചെയ്യും. സുഹൃത്തുക്കളെ, ഇസ്ലാം പഠിപ്പിച്ചത് പള്ളിയിലേക്ക് പരമാവധി തന്നെയും തന്റെ കുടുംബത്തെയും ലയിപ്പിക്കാനാണെങ്കിൽ പുരോഹിതന്മാർ ശ്രമിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാൻ പറ്റും, നമുക്ക് അവരെ എങ്ങനെ ചൂഷണം ചെയ്യാൻ പറ്റും. റമദാൻ 27-ന്റെ അന്ന് മലപ്പുറത്ത്, ഇതാ ഈ വരുന്ന 27 രാവിന്റെ അന്ന് മലപ്പുറത്ത് പുരുഷന്മാർക്ക് വേണ്ടി ഒരു സംഗമം വെച്ചിട്ടുണ്ട്. പ്രാർത്ഥനാ മജ്ലിസ് എന്നാണ് നടത്തുന്നത്, ഒരു ഗ്രൗണ്ടിലാണ്. പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഈമാൻ കൊള്ളയടിക്കാൻ ആ ചാൻസ്, പള്ളിയിലേക്ക് കൊണ്ടുപോകേണ്ട 10-നെ കൊണ്ടുപോയി പാടത്തിരുത്തിയിട്ട് അവിടെയാണ് പ്രാർത്ഥനയും തൗബയും എന്ന് പറഞ്ഞ് പണക്കൊഴുപ്പിന്റെ പണച്ചാക്കുകൾ വിരിച്ച് പണം പിരിക്കുന്ന ചടങ്ങിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഉമ്മത്തിൽ ആളുകൾ പോകുമ്പോൾ കേവലം ഒരു പുരുഷന്മാരെ മാത്രമല്ല, റമദാനിന്റെ 25-ാം രാവിൽ ഈ പുരോഹിതന്മാർ മർക്കസ് നോളേജ് സിറ്റിയിലേക്ക് സ്ത്രീകളെ മാത്രം വിളിച്ചു കൊണ്ടുപോകുകയാണ്. പള്ളി പോകാൻ പാടില്ല, ഈദ്ഗാഹിൽ പോകാൻ പാടില്ല. ഇവർക്ക് വേണ്ടിടത്തെല്ലാം കൂട്ടം കൂട്ടമായി എക്സിബിഷനുകളിലെയും മറ്റു പലതിന്റെയും പേര് പറഞ്ഞ് റമദാനിൽ അവസാനത്തെ 25-ാം രാവിൽ രാത്രി 10 മണി മുതൽ പുലർച്ചെ 3 മണി വരെ സ്ത്രീകൾക്ക് മാത്രമായി നോളജ് സിറ്റിയിൽ ചടങ്ങ് നടക്കാൻ പോകുകയാണ്. എന്റെ പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മമാരെ, നമ്മുടെ പെങ്ങന്മാരെ സുരക്ഷിതമായ കരങ്ങളിലേക്ക് ഇസ്ലാമിന്റെ ഇബാദത്തിന്റെ രീതിയിൽ നിന്ന് തെറ്റിക്കാൻ ശ്രമിക്കുന്നവരെ ഗൗരവമായി കാണണം എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദി, പള്ളികളിൽ ഇഅ്തികാഫിലായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ചുംബിക്കരുത്. അതിന്റെ അർത്ഥം എന്താ? ഭാര്യമാർക്കും പള്ളിയിൽ ഇഅ്തികാഫിരിക്കാം. ഇത്ര വരെ പഠിപ്പിച്ച മതമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അൽ-ഇഅ്തികാഫു സുന്നത്തുൽ ലിർരിജാലി വന്നിസാ, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സുന്നത്തുണ്ടെന്ന് മജ്മൂഉൽ ഫതാവയിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സ്ത്രീകൾ അങ്ങനെ ഇഅ്തികാഫ് ഇരിക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 3 നിബന്ധനകൾ അവർ പാലിക്കണം. 1, തന്റെ വലിയിന്റെ അനുവാദം മേടിക്കണം. ബാപ്പയാണെങ്കിൽ ബാപ്പ, ഭർത്താവാണെങ്കിൽ ഭർത്താവിനോട് ഞാൻ പോകട്ടെ എന്ന അനുവാദം മേടിക്കണം. 2, ഫിത്നയുടെ കാര്യത്തിൽ സുരക്ഷിതത്വം ഉണ്ടാവണം. അവളെ ആ കാരണം കൊണ്ട് പുറത്തിറങ്ങിയതിന്റെ പേരിൽ അവൾക്ക് ഫിത്നയും ഷർറും ബാധിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം. 3, അന്യപുരുഷന്മാരുമായി ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ ആ കാരണം കൊണ്ട് വരുന്നുണ്ടെങ്കിൽ
അത് അപകടകരമാണ്, അത് സൂക്ഷിക്കണം. അതല്ലാത്ത പക്ഷം സുരക്ഷിതമായി ഒരു പള്ളിയിൽ ഇഅ്തികാഫിരിക്കൽ അവർക്ക് ജായിസാണെന്ന് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ. ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, നബി തങ്ങൾ മദീനത്ത് വന്നിട്ട് ഒരൊറ്റ രാത്രിയിലും ഒരൊറ്റ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രികളിലും അവസാനത്തെ 10ലും ഇഅ്തികാഫ് ഒഴിവാക്കിയിട്ടില്ല. നമ്മൾ ഇഅ്തികാഫ് ഇരുന്നിട്ടില്ല. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അവസാനത്തെ 10 ദിനങ്ങളിൽ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഖിയാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ബിസ്സലാ, നിസ്കരിക്കാം കുറെ സമയം, വദ്ദിക്രി, ഒരുപാട് ദിക്ർ ചൊല്ലാം, വദ്ദുആഇ, നന്നായി പ്രാർത്ഥിക്കാം, വഖിറാഅത്തുൽ ഖുർആൻ, ഒരുപാട് ഖുർആൻ ഓതാം, വഗൈരി ദാലിക മിൻ വുജൂഹിൽ ഖൈർ, വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്യാം. ഇഹ്തികാഫിനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഒന്നുകൂടെ പറയാം, ഇത് നമ്മുടെ അവസാനത്തെ ശ്രമമായി അള്ളാഹുവിന്റെ ദീനിൽ നമുക്ക് ലഭിക്കുന്ന മഹത്തരമായ ഓഫറാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന, ആയുസ്സിൽ തന്നെ ചിലപ്പോൾ വളരെ അപൂർവമായി കിട്ടുന്ന ഒരു മേഖല എന്ന നിലക്ക് ഗൗരവമായി കാണണമെന്നും, അവസാന നാളുകൾ ആലസ്യത്തോടെ മടിയോടെ മറ്റു പലതിനാൽ പിറകോട്ട് വലിയുന്നതിൽ നിന്ന് വലിയ ശർറിനെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ത്തിന്റെ വക്താക്കളായി ദീനിനെ പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്തായ ഫضലും റഹ്മത്തും സ്വർഗവും നരകമോചനവും പ്രതീക്ഷിച്ച് പ്രാർത്ഥനകളോടെ കഴിയാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുകയും സ്വർഗത്തിന്റെ അഹലുകാരിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാമിൽ മാനസികമായ ശുദ്ധിയെപ്പോലെ, ദാമ്പത്യരംഗത്തുള്ള വിശുദ്ധിയെപ്പോലെ സാമ്പത്തിക മേഖലയിലും വിശുദ്ധമാകാൻ നമ്മളോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഉത്തരവാദിത്വമാണ് സകാത്ത് കൊടുക്കുക എന്നത്. പല സന്ദർഭങ്ങളിലായി ഓർമ്മപ്പെടുത്തിയെങ്കിലും ഒരുപക്ഷെ ഇന്ന് വന്ന പുതിയ ആളുകൾ ആരെങ്കിലും മറന്നുപോയവരാണ് ഓർമ്മപ്പെടുത്താൻ. നമ്മുടെ വെള്ളിയുടെ കണക്കനുസരിച്ചായിരിക്കും നമ്മുടെ പൈസന്റെ സകാത്ത് കൊടുക്കേണ്ടി വരിക. 595 ഗ്രാം വെള്ളിയുടെ സംഖ്യക്ക് ഇന്നത്തെ വിലയനുസരിച്ച് 1,66,880 രൂപയാണ്. നമ്മുടെ ഒരു വർഷത്തെ മുഴുവൻ വരവും ചെലവുകളെല്ലാം കണക്ക് കൂട്ടിയിട്ട് നമ്മുടെ കയ്യിലായ എമൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 4,172 രൂപ നമ്മുടേതല്ല, അത് സകാത്താണ്. അത് കൊടുക്കേണ്ടവർക്ക് കിട്ടണം. സ്വർണമായി ഉപയോഗിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്വർണമായി ലോക്കറിലോ മറ്റോ ആഭരണമായി കിടക്കുന്നെങ്കിൽ 1.5 പവൻ സ്വർണം ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് ഏകദേശം അവൻ ആ 1.5 പവൻ സ്വർണത്തിന്റെ സകാത്ത് കണക്ക് കൂട്ടിയാൽ 31,038 രൂപ. അതിന് 1.5 പവൻ ഉണ്ടെങ്കിൽ കൊടുക്കണം, സകാത്ത് കൊടുക്കണം. അതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന് മുമ്പ് സ്വയം പരിശോധിച്ച് ഉറപ്പുവരുത്തുക, ഞാൻ അതിന്റെ അളവ് എത്തിയവനാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ അവന്റെ സമ്പത്ത് വിശുദ്ധമാകുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാകും. സകാത്ത് സമ്പത്തിനും സ്വർണത്തിനും മാത്രമല്ല, റമദാനിൽ പ്രത്യേകമായ ഒരു സകാത്ത് കൂടി പഠിപ്പിച്ചിട്ടുണ്ട്, ഫിത്ർ സകാത്ത്. അതിന് പേരെന്നെ സകാത്ത് തന്നെയാണ്. അതിന് ആ ഫിത്ർ സകാത്തുമായി ബന്ധപ്പെട്ടതും പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പെരുന്നാളിന് മുമ്പ് പാവപ്പെട്ട ആളുകൾക്ക് നൽകാനുള്ളതാണ്. അത് ഭക്ഷണമാണ്, നാട്ടിലെ പ്രധാനപ്പെട്ട വിഭവമാണ് കൊടുക്കുന്നത്. ആ ഹദീസ് പഠിപ്പിച്ചപ്പോൾ നബി പ്രയോഗിച്ച വാക്ക് ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ. സകാത്തുൽ ഫിത്ർ നിർബന്ധാക്കിയിട്ടുണ്ട്. അത് ആർക്ക് കൊടുക്കണം? അത് നേരത്തെ പറഞ്ഞ വെള്ളിന്റെ സ്വർണത്തിന്റെ കണക്കുമെന്ന് നിൽക്കൂല. ഒരു വീട്ടിൽ അവൻക്കും അവന്റെ കുടുംബത്തിനും കഴിക്കാനുള്ള ഭക്ഷണം കഴിച്ച് ബാക്കി പേര് അതിനുള്ള വിഭവങ്ങൾ ഒഴിച്ച് ബാക്കിയുണ്ടോ അവരൊക്കെ ഫിത്ർ സകാത്ത് കൊടുക്കണം. അന്ന് തിന്നാനുള്ള ഭക്ഷണം പോലും ഇല്ലാത്ത ആൾക്കാരാണോ അവർ ഫിത്ർ സകാത്ത് കൊടുക്കേണ്ടത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇരിക്കുന്ന നമ്മളൊക്കെ ഏറെക്കുറെ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് പടച്ച റബ്ബ് അനുഗ്രഹിച്ച് കൊടുക്കാൻ യോഗ്യരാണ്, കൊടുത്തേ പറ്റൂ. പക്ഷേ ചില നിബന്ധനകളൊന്ന് ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിരിക്കുന്നത് ഒരു സാഅ് കൊടുക്കണം. ഒരു സാഅ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കണക്കനുസരിച്ച് 1.25 കിലോ 1.5 കിലോന്റെ അടുത്ത് വരുന്ന എമൗണ്ട് വരും. ആ നാട്ടിലെ പ്രധാനപ്പെട്ട വിഭവമാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഇന്ന് നമ്മുടെ പള്ളിയുടെ കീഴിൽ പുഴുക്കലരിക്ക് 1 കിലോക്ക് 140, ഒരു വ്യക്തിക്ക് 140 രൂപയാണ് വേണ്ടി വരിക.
നേരിയ അരിയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 300 രൂപയാണ് ഒരു വ്യക്തിക്ക് വരിക. ആ വീട്ടിലുള്ള ചെറിയ കുഞ്ഞിനെ അടക്കം ലിസ്റ്റിൽ പെടുത്തണം. ജനിച്ചു വീണ കുഞ്ഞിനെ വരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. എപ്പോഴാണ് അയാൾക്ക് നിർബന്ധമാകുക? ഞാൻ നേരത്തെ പറഞ്ഞു. സമയം എപ്പോഴാണ്? അയാൾ പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നതിന് ജനങ്ങൾ പോണതിന്റെ മുമ്പ് കൊണ്ടുപോയി കൊടുക്കണം. ജനങ്ങൾ, ചില ആൾക്കാർ എല്ലാ കാര്യത്തിലും വൈകുന്ന ആൾക്കാരാണ്. എല്ലാ നിസ്കാരത്തിനും വൈകിട്ട് എത്തുക, ഫിത്ർ സക്കാത്ത് കൊടുക്കലും വൈകിട്ടേക്കും, ഉദ്ഹിയത്തിന് ഷെയർ കൊടുക്കലും വൈകിട്ടേക്കും, എല്ലാത്തിലും മൂപ്പർ ലാസ്റ്റ് എത്തുള്ളൂ. അത് മാറ്റണം നമ്മള്. ഞാനിത് കൊടുക്കാൻ യോഗ്യനാണോ? അത് നേരത്തെ കൊടുക്കുക. ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് നബി തങ്ങൾ പറഞ്ഞു, പള്ളി പോണതിന്റെ മുമ്പ് കൊടുത്താൽ സക്കാത്ത്, ഫിത്ർ സക്കാത്ത്. പള്ളി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് പതുക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ സ്വതക്ക. അത്രേ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനൊക്കെ ഒരു ഇസ്ലാമിലൊരു ചിട്ടയും ഒരു കൃത്യമായ സമയം. സ്വഹാബത്ത് പറയാണ്, ഞങ്ങൾ ഖബിലൽ ഫിത്രി ബിയൗമിൻ ഔ ബിയൗമിൻ, ഒരു ദിവസമോ 2 ദിവസം മുമ്പ് വരെയൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. കാരണം ഒരൊറ്റ ചെറിയ സമയം ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഉള്ളിൽ കൊടുക്കണമല്ലോ, അർഹതപ്പെട്ടവർക്ക് കൊടുക്കും വേണമല്ലോ. അതുകൊണ്ട് നബി തങ്ങൾ അത് പഠിപ്പിച്ചു. ഓരോ നാട്ടിലെയും പ്രധാനപ്പെട്ട വിഭവം കണക്കാക്കിയിട്ടാണ് അത് നൽകേണ്ടത് എന്ന് ഇസ്ലാം അവിടുന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തി. അതോടൊപ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു മേഖല കൂടെ ഞാൻ ആ വിഷയത്തിൽ പറയാണ്. നമുക്ക് പറ്റുന്ന അബദ്ധമാണ് ആർക്ക് കൊടുക്കണം, ആർക്ക് കൊടുക്കണം. ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് ഖദീജ താത്ത ഞമ്മക്കൊരു 4 കിലോ തന്നു, നമ്മളെ വീട്ടിൽ 5 കിലോ എടുത്തിട്ട് ഓൽക്കും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഫിത്ർ സക്കാത്ത് കഴിഞ്ഞു. നടക്കൂല. ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ യോഗ്യത ഉണ്ടെങ്കിൽ അതിന് മേടിക്കാൻ എങ്ങനെ പറ്റുക? അതിൽ ഏറ്റവും ശ്രദ്ധിക്കാൻ പറഞ്ഞ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച സകാത്തുൽ ഫിത്രി തുഹറത്തുൽ ലിസ്സായിമി, നോമ്പുകാരന് ഒരു ശുദ്ധീകരണമാണ്. എന്റെ നോമ്പിന്റെ കഫാറത്ത്, എന്റെ പ്രശ്നങ്ങളൊക്കെ നോമ്പുമായി ബന്ധപ്പെട്ടുണ്ടായ എല്ലാ കുറവുകളും നികത്താനുള്ളതാ. വമിനൽ ലഗ്വി വറഫസ് വതുഅമതൻ ലിൽ മസാകിൻ, ഇത് സാധുക്കൾക്കുള്ള ഭക്ഷണമാണ്. നമ്മൾ മിസ്കീനാണോ? നമുക്ക് മേടിക്കാം. മിസ്കീനല്ലേ? അത് മേടിക്കരുത്. പിന്നെ ചില നാട്ടിലെ ആൾക്കാർ ഇത് കിട്ടിയില്ലെങ്കിൽ ബഹളം വെക്കും. മഹലിൽ നിന്ന് ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ട് വെറും 6 ലക്ഷം മാത്രം വരുമാനമുള്ള എനിക്ക് ഫിത്ർ സക്കാത്ത് തന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ യോഗ്യതല്ല നിനക്ക് മേടിക്കാൻ. അപ്പൊ അങ്ങോട്ട് കൊടുക്കുക, അങ്ങോട്ട് മേടിക്കുക എന്നുള്ളതല്ല. മഹാന്മാരായ ഉലമാക്കന്മാർ പറഞ്ഞു, ഒന്നുകിൽ സക്കാത്തിന്റെ 8 അവകാശികൾക്കാണ് കൊടുക്കേണ്ടത്, ഒരഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, ഫക്കീറായ മിസ്കീനായ ആൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഉലമാക്കന്മാർ പറഞ്ഞു, ഈ രണ്ടാമത് പറഞ്ഞതാണ് അതിൽ ഏറ്റവും പ്രബലമായത്. അഥവാ വളരെ ഫക്കീറായ, വളരെ മിസ്കിന്, നമ്മുടെ അയൽവക്കത്തില്ലെങ്കിൽ ദൂരെ കൊടുക്കണം, ഈ മഹലില്ലെങ്കിൽ അപ്പുറത്തെ മഹലിൽ കൊടുക്കണം. ഫക്കീറിനും മിസ്കീറിനും കിട്ടണം. എന്നിട്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, വലാ യജൂസു ദഫഉ സകാത്തുൽ ഫിത്രി, ഫിത്ർ സകാത്ത് കൊടുക്കൽ പറ്റൂല ഇല്ലാ ലിമൻ യസ്തഹിഖുൽ കഫാറ. നമ്മൾ കഫാറത്ത് കൊടുക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയില്ലേ, ആ കൂട്ടത്തിൽപ്പെട്ടവൻക്കല്ലാതെ ഫിത്ർ സകാത്ത് കൊടുക്കാൻ പറ്റൂല. ഇമാം ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞു, തഖ്സീസുൽ മസാകീൻ, ഇത് മിസ്കീനുകളെ ഉദ്ദേശിച്ച് മാത്രമുള്ളതാണ്. ഇത് അവർക്കാണ് ലഭിക്കേണ്ടത്. കുടുംബക്കാരനാണോ, ബന്ധുവാണോ, അമ്മോശനാണോ എന്നൊന്നല്ല നോക്ക്, മിസ്കീനാണോ നോക്ക്. അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായ അവകാശികൾക്ക് അത് നേരത്തെ എത്തിക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ അതിന്റെ പണം സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ബോക്സ് പുറത്തുണ്ട്. അതുപോലെ തന്നെ ഈദ് ഖിസ്ബയുടെ ഒരു ബോക്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പീസ് റേഡിയോ പോലുള്ള സംരംഭങ്ങൾ, തറാവിഹിന്റെ ഇമാമത്ത് പണം അടക്കമുള്ളതിന്റെ ഒക്കെയുള്ള ഒരു ഇന്നത്തെ ഒരു അവസാനത്തെ ചാൻസ് എന്ന നിലക്ക് നിയത്ത് വെച്ചവരൊക്കെ അതിലേക്ക് അതിന്റെ വിഹിതം നൽകാൻ സഹകരിക്കാൻ ഓർമ്മിക്കുക. ബുധനാഴ്ചക്കുള്ളിൽ വൈകുന്നേരത്തിനുള്ളിൽ ഫിത്ർ സക്കാത്ത് ക്ലോസ് ചെയ്യും. ഇത് എല്ലാ ദിവസവും മേടിച്ചേക്കാൻ കഴിയില്ല. ഇത് ലാസ്റ്റ് വിതരണം, പണം മേടിച്ചോന് വിതരണം ചെയ്യണം. അതുകൊണ്ട് നേരത്തെ കൊടുത്ത്, പണം കൊടുത്ത് കൃത്യമായി ഇടപെടുക. പെരുന്നാൾ നമസ്കാരം ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടി ഒരുങ്ങി പുറപ്പെടുമ്പോൾ ഒരുപക്ഷെ ഇനിയൊരു വെള്ളിയാഴ്ച കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ഉറപ്പെടുത്തുകയാണ്. നമ്മുടെ പെരുന്നാൾ നമസ്കാരം ഇൻഷാ അല്ലാഹ് പതിവ് പോലെ തന്നെ ഗോകുലം കല്യാണ മണ്ഡപത്തിന്റെ പരിസരത്തായിരിക്കും ഉണ്ടാവുക. ശവ്വാൽ 1 രാവിലെ 7 മണിക്ക് ഇൻഷാ അല്ലാഹ് കൃത്യം നമുക്കത് ആരംഭിക്കണം. പെരുന്നാൾ നമസ്കാരമാണ്, അത് സമയബന്ധിതമായി നടക്കണം. ആദ്യം നമസ്കാരമാണ്, അതുകൊണ്ട് നമസ്കാരത്തിനെത്തണം. ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ട് പോലും അവസാനത്തെ സ്റ്റെപ്പിൽ, അവസാനത്തെ അത്തഹിയാത്തിൽ വന്ന് വീഴുന്ന അവസ്ഥ വരാതിരിക്കാൻ ഒരുങ്ങുക. നേരത്തെ വുളു ഉണ്ടാക്കി മുസല്ലയോടുകൂടെ വരിക. ഭിന്നശേഷിക്കാരും കാഴ്ച പരിമിതരും രോഗികളും വീൽ ചെയറിൽ കഴിയുന്നവരൊക്കെ ഉണ്ടാകും. അവരൊക്കെ ഒന്ന് സഹായിച്ച് പിടിച്ച് ഇറക്കി അവരെ ആ മജ്ലിസിൽ അല്ലെങ്കിൽ ആ സദസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളൊന്ന് ഒരുങ്ങുക.
എല്ലാവർക്കും പെരുന്നാൾ വേണം. കുട്ടികൾക്ക് പെരുന്നാളുണ്ട്, സ്ത്രീകൾക്ക് പെരുന്നാളുണ്ട്. ആ നിലക്ക് ആ ഈദ്ഗാഹുകൾ ഒരു സന്തോഷത്തിന്റെ കൂടിച്ചേരലായി നമുക്ക് മാറ്റാൻ കഴിയണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു അതിന് നമ്മെ എല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇക്കഴിഞ്ഞ റമദാനിന്റെ ദിവസങ്ങളിലൂടെ നമ്മൾ ചെയ്തു വെച്ച എല്ലാ സൽക്കർമ്മങ്ങളും പടച്ച റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനിയുള്ള നാളുകളിലും ഒന്നൊഴിയാതെ ഒരു സവം ഒഴിവില്ലാതെ നഷ്ടമാകാത്ത രൂപത്തിൽ ലൈലത്തുൽ ഖദറിന്റെ മഹത്തായ പുണ്യം നേടാൻ അധ്വാനിക്കുന്നവരിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങൾ, പള്ളിയുടെ ഭാരവാഹിയായിട്ടുള്ള നജീർ സാഹിബിന്റെ ഭാര്യാപിതാവ് യൂസുഫ് സാഹിബ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ സുഹൃത്ത് മാമ്പ സമീർ സാഹിബിന്റെ മാതാവ് മറിയുമ്മ കഴിഞ്ഞ ദിവസങ്ങളിൽ വിട പറഞ്ഞു. അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് ക്ഷമയും പ്രതിഫലവും ഈമാനും അല്ലാഹു നൽകുമാറാകട്ടെ. പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങൾ പലരും മിണ്ടാതെ അവരുടെ പ്രയാസങ്ങൾ ഒതുക്കി വെച്ച് നാട്ടിലെ പ്രിയപ്പെട്ട മക്കൾക്കും കുടുംബത്തിനും വസ്ത്രം മേടിച്ചു കൊടുക്കുന്നുവെങ്കിലും അവരുടെ അവസ്ഥ എന്തെന്ന് അവർക്ക് തന്നെ പറയാൻ പറ്റാത്തൊരവസ്ഥ പലയിടത്തുമുണ്ട്. ഭേദിപ്പെടുത്തുകയല്ല, ഒരു സത്യാവസ്ഥയുണ്ട്. നമ്മളൊക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം, അന്വേഷിക്കണം കാര്യങ്ങൾ എന്താണ് അവരുടെ പ്രയാസങ്ങളെന്ന് മനസ്സിലാക്കണം. ഗൾഫുകാരനെന്ന് മുദ്ര കുത്തിയിട്ട് ആ ചാപ്പ കുത്തിയിട്ട് അവരെ മാറ്റി നിർത്തുന്നത് മാറ്റി ഒരു സത്യാവസ്ഥ എന്താണെന്ന് പഠിക്കണം. അള്ളാഹു പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങൾ, മുസ്ലിമീങ്ങളായ ഒരുപാട് സഹോദരങ്ങൾ ഈ യുദ്ധത്തിന്റെ കെടുതിയിൽ ദുരിതമനുഭവിച്ച് കഴിയുന്നവരുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കൾ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു നിർഭയത്വവും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മുടെ പള്ളിയുടെ നിരവധി അനവധി പ്രവർത്തനങ്ങളിൽ അകമഴിഞ്ഞ് സഹായിച്ച നമ്മുടെ പരിചയക്കാരുമല്ലാത്തവരൊക്കെ ഉണ്ട്. അള്ളാഹുവേ എല്ലാവർക്കും അർഹമായ തക്കതായ പ്രതിഫലം നൽകണമേ റഹ്മാനെ. നോമ്പുതുറയിലും മറ്റുമെല്ലാത്തിലും സഹകരിച്ചവർക്ക് അതിന്റെ പൂർണ്ണമായ പ്രതിഫലം നൽകണമേ. പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹുവേ ഏറ്റവും നല്ല ഹൈറുള്ള ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണമേ. രോഗികളായ സഹോദരങ്ങൾക്ക് പൂർണ്ണമായ ശിഫ നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ സമ്പത്തിലും ജീവിത മേഖലകളിലെല്ലാം ബറക്കത്ത് നൽകണമേ. റമദാനിന്റെ മുഴുവൻ പ്രതിഫലവും ലഭിക്കുന്ന അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണമേ. റമദാൻ വന്നിട്ടും പാപം പൊറുക്കപ്പെടാതെ നശിക്കപ്പെടുന്ന ഒരു മോശപ്പെട്ട ജീവിതത്തിൽ നിന്ന് പടച്ച റബ്ബേ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. എല്ലാവിധ അപകട മരണങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ ഖൈറായ ജീവിതം, ഏറ്റവും ഖൈറായ മരണവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم توفنا مسلمين والحقنا بالصالحين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءك واعداء الدين. اللهم انصر اخواننا المسلمين في كل مكان. اللهم انك عفو تحب العفو فاعف عنا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. والحمد لله رب العالمين. وصلى الله على نبينا محمد.